ഇവിടെ നാളത്തെ ഒരു തലമുറയാണ് മുമ്പിൽ നിൽക്കുന്നത്. നാളെ ഈ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ട ആൾക്കാർ, ഈ രാജ്യത്തെ നിയന്ത്രിക്കേണ്ട ആൾക്കാർ ഒക്കെ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു നാട്ടിലെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സുപ്രധാന ഒരു കീ പോയിൻ്റാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായ കർത്തവ്യം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇവിടെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഞങ്ങളാൽ കഴിയുന്ന തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മികച്ച പോലീസ് സ്റ്റേഷനുള്ള ജില്ലയിലെ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനവും നമ്മുടെ സ്റ്റേഷന് ലഭിച്ചിട്ടുണ്ട്. നാളെയും ഈ പ്രവർത്തനങ്ങളൊക്കെ തുടർന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം, റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങളൊക്കെ തന്നെയാണ് ഈ പലപ്പോഴും ഞങ്ങളുടെ സീറ്റുകളിലൊക്കെ ഒന്ന് ഇരിക്കാനുള്ള ആൾക്കാർ. അപ്പോൾ പോലീസിൻ്റെ എന്താണ് പോലീസ് സ്റ്റേഷൻ, എന്താണ് പോലീസ് സ്റ്റേഷൻ എന്നുള്ള കുറച്ച് വിസിറ്റ്. ഇപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞുനാളുള്ള പ്രായത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിസിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കതൊരു വലിയൊരു അവസരമാണ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ ഈ നമ്മുടെ രാജേഷ് സാർ, രതീഷ്, അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. രാവിലെ ഞങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് കാണുന്ന ആൾക്കാരാണ്. അപ്പം രതീഷ് കോൺടാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെഡ്മിസ്ട്രസ് മല്ലിക മാഡം ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് വലിയൊരു കാര്യമായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെ മൊത്തം 44 ഫുൾ സ്ട്രെങ്ത്. ഇപ്പോൾ 42 പോലീസുകാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനകത്ത് 5 വനിതാ പോലീസുകാർ, ശരിയല്ലേ? 5 വനിതാ പോലീസുകാർ, ബാക്കി പുരുഷ പോലീസുമാണ്. അപ്പോൾ നമ്മുടെ പോലീസ് എന്ന് പറയുമ്പോൾ നേരത്തെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയും. സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അറിയാമോ? എസ് ഐ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? എന്താണ് എസ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസ്. ഇപ്പം നമുക്ക് കേരള പോലീസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ CPOs എന്ന് പറയുന്നത്, സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആൾക്കാരാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. നേരത്തെ ഹെഡ് കോൺസ്റ്റബിൾ എന്നാണ് അറിയപ്പെട്ടത്. ഇപ്പം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ. അപ്പോൾ അതിന് മുകളിൽ ASI റാങ്കിലുള്ള ആൾക്കാരുണ്ട്. അതിന് മുകളിലുള്ള ആൾക്കാരാണ് SIമാരുണ്ട്. അതിനകത്ത് തന്നെ പ്രൊമോഷൻ കിട്ടി SIമാരാകുന്ന ആൾക്കാരുണ്ട്. നേരിട്ട് സർവീസിലേക്ക് വരുന്ന SIമാരുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ SI എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറൊക്കെ നേരിട്ട് നിയമനം ലഭിച്ച ആൾക്കാരായിരിക്കും പ്രിൻസിപ്പൽ SI ആയിട്ട്. ഇവിടെ SIയുടെ ചുമതല വഹിക്കുന്നത് രജിരാജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ നേരത്തെ SI എന്ന് പറയുമ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ പുതിയ സിസ്റ്റം അനുസരിച്ചിട്ട് പഴയ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അപ്പോൾ നേരത്തെ സർക്കിളിൻ്റെ കീഴിൽ 3-4 സ്റ്റേഷൻസാണ്. ഇപ്പോൾ CIക്ക് ഒരു സ്റ്റേഷൻ്റെ ജോലിയാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നാണ്, ഇൻസ്പെക്ടർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഇൻസ്പെക്ടർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൻ്റെ ചുമതലയാണ് ഞാൻ വഹിക്കുന്നത്. എനിക്ക് മുകളിൽ DYSP ഉണ്ട്. അദ്ദേഹം അമ്പലപ്പുഴ സബ് ഡിവിഷനകത്ത് വരുന്ന സ്റ്റേഷനാണ് പുല്ലപ്പുറ, എടുത്തോ. നേരത്തെ 8 സ്റ്റേഷനോളം അമ്പലപ്പുഴ സബ് ഡിവിഷൻ്റെ കീഴിലുണ്ട്. അപ്പോൾ അങ്ങനെ അമ്പലപ്പുഴ സബ് ഡിവിഷൻ, ആലപ്പുഴ സബ് ഡിവിഷൻ, ചെങ്ങന്നൂർ സബ് ഡിവിഷൻ, കായംകുളം സബ് ഡിവിഷൻ, ചേർത്തല സബ് ഡിവിഷൻ, അങ്ങനെ 5 സബ് ഡിവിഷൻ ചേരുമ്പോഴാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയുള്ളത്. ജില്ലാ പോലീസ് മേധാവി എന്ന് പറയുന്നത് ഈ ഓരോ സബ് ഡിവിഷനും ഓരോ DSPമാരാണ് ചുമതല വഹിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ ജില്ലയുടെ ചുമതല ആർക്കാണെന്ന് അറിയാം. ജില്ലയുടെ ചുമതലയാണ് സൂപ്രണ്ട് ഓഫ് പോലീസ് എന്ന് പറയുന്നത്. അതായത് സൂപ്രണ്ട് ഓഫ് പോലീസ് എന്ന് പറയുന്നത് ആരാണ്? SP. സൂപ്രണ്ട് ഓഫ് പോലീസിനാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതല. ജില്ലാ പോലീസ് മേധാവിയുടെ മുകളിൽ DIG ഉണ്ടാവും, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഉണ്ടാവും. അതിന് മേളിൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഉണ്ടാവും. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തന്നെ പല വിഭാഗത്തിൽ ഉള്ള ലോ ആൻഡ് ഓർഡർ ഉള്ള സ്പെഷ്യൽ യൂണിറ്റുകളിലുള്ള ഇൻസ്പെക്ടർ ജനറൽമാരാണ്. അതിന് മുകളിൽ IGക്ക് മുകളിൽ ADGP ഉണ്ടാവും, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഉണ്ടാവും. അതിന് മുകളിലാണ് ആര് വരുന്നത്? സംസ്ഥാന പോലീസ് മേധാവി വരുന്നത്. ആരാണ്? DGP. ഇപ്പോഴത്തെ DGP ആരാണെന്ന് അറിയാമോ? ആരാ ഇപ്പോഴത്തെ DGP? ഷെയ്ഖ് ദർവേസ് സാഹിബ് സാർ, കേട്ടോ, IPS സാർ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ DGP. ക്രമസമാധാന ചുമതലയുള്ള ആളാണ്
ഡി ജി പിമാരെ പല JDGP ഉണ്ടാവും, ഫയർഫോഴ്സിന് DGP ഉണ്ടാവും, അങ്ങനെ. പക്ഷേ ഏറ്റവും സീനിയർ മോസ്റ്റ് ആളായിരിക്കും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. കേരള സംസ്ഥാനത്തിൻ്റെ DGP എന്ന് പറയുന്നത് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളായിരിക്കും. എല്ലാം മനസ്സിലായോ? ഇപ്പം ഇത്രയൊക്കെ മനസ്സിലായോ കേട്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചട്ടം എന്ന് പറയുന്നത്. അപ്പം DGPക്ക് മുകളിൽ ആരാണുള്ളത്? DGPക്ക് മുകളിൽ ആഭ്യന്തര വകുപ്പുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? പിണറായി വിജയൻ സാർ കേട്ടോ. അപ്പോൾ അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല, അതായത് നമ്മുടെ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഈ ക്രമസമാധാന ചുമതല. പോലീസിൻ്റെ ഘടന എങ്ങനെയാണ്?